നടൻ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഇന്നേറെ നിർണായകം തന്നെയാണ്. ഇതുവരെയായും നടി വിൻഷി അലോഷ്യസിന്റെ പരാതിയിൽ താരസംഘടനയായ അമ്മയ്ക്ക് ഷൈൻ മറുപടി നൽകിയിട്ടില്ല. ഇന്ന് സിനിമാ സംഘടനയുടെ നിർണായക യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഷൈനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ലഹരി കേസിൽ ഷൈൻ ഇന്ന് ഹാജരാകേണ്ടതില്ല എന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഷൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെ എന്ന് പറയാമല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീകാർത്തിക, നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇന്നൊരു നിർണായകമായ യോഗം കൊച്ചിയിൽ നടക്കുകയാണ്. സിനിമാ സംഘടനകളുടെ യോഗമാണ് കൊച്ചിയിൽ നടക്കുന്നത്. അതായത് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി നടക്കുന്നുണ്ട്. ഈ നടി വിൻഷി അലോഷ്യസിന്റെ പരാതി ഇന്ന് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കും. അതുപോലെ തന്നെ താരസംഘടനയായ അമ്മയുടെയും ഇത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ താരസംഘടന അമ്മയ്ക്ക് മുന്നിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഇതുവരെയായിട്ടും ഹാജരായിട്ടില്ല. അതായത് നടിയുടെ പരാതി ലഭിച്ചതിന് ശേഷം ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഷൈനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഷൈൻ ഹാജരായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഷൈൻ ഹാജരാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ സൈറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ നടിക്ക് മോശമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഇത്തരത്തിൽ ഈ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അടുത്തു നിന്നും ഉണ്ടായത്. ലഹരി ഉപയോഗിക്കും, അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച് നടിയോട് മോശമായി പെരുമാറുകയും ചെയ്തെന്നായിരുന്നു നടി വിൻഷി അലോഷ്യസിന്റെ പരാതി. അതുകൊണ്ട് തന്നെ ഈ സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇന്ന് ചേരും. ഈ കമ്മിറ്റിയും വിൻസിയുടെ പരാതി പരിശോധിക്കും. അതിനുശേഷം ഒരു പക്ഷേ നടപടി ഉണ്ടായിരിക്കും. എന്തു തന്നെയായാലും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്കെല്ലാം ഇന്ന് നിർണായകമായ ഒരു യോഗം കൊച്ചിയിൽ ചേരുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ ഈ നടിയുടെ പരാതി പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ നടനെതിരെ നടപടി ഉണ്ടായേക്കും. ഏറെ കാലമായി ഇത്തരത്തിൽ സിനിമാ സൈറ്റുകളിൽ നടൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ താരങ്ങൾക്കടക്കം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വിവാദങ്ങൾ പുറത്തു വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈനെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഷൈനോട് ഇന്ന് പോലീസ് ഹാജരാകേണ്ടതാണ് നിർദ്ദേശം. പോലീസിന്റെ നീക്കം പ്രധാനമായും ഇത്തരത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇനി ഷൈനെ ചോദ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഷൈന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മതി എന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാകാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശമെങ്കിൽ പോലും അത് വേണ്ട എന്ന് വെക്കുകയാണ് ഉണ്ടായത്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്ന അടിയന്തരമായ ഒരു യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ എന്ന് ഷൈനെ വിളിപ്പിക്കണം അല്ലെങ്കിൽ എന്ന് ചോദ്യം ചെയ്യണം എന്ന അടക്കമുള്ള കാര്യത്തിലേക്കൊക്കെ കടക്കുന്നത്. അതുപോലെ തന്നെ ഷൈന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കും. അതായത് പ്രധാനമായും ഇത്തരത്തിൽ ലഹരി ഇടപാടുകാർക്ക് ഷൈൻ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കണം. ഈ ഷൈനെ കണ്ടെത്തുന്ന, അതായത് ഷൈൻ ഇറങ്ങി ഓടുന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ച് അവരുടെ അക്കൗണ്ടുകളും, അതുപോലെ തന്നെ ഈ അടുത്ത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ലഹരി ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ തസ്ലീമ എന്നൊരു യുവതിയെ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ പിടിയിലായിരുന്നു. ഈ യുവതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതേ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ നടന്മാർക്കൊക്കെ ഇത്തരത്തിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരം ബന്ധങ്ങളും അന്വേഷിക്കും. അതുപോലെ തന്നെ ഷൈനുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഷൈനിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതൽ വിശദമായി പരിശോധിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഷൈൻ നിലവിൽ പോലീസ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന FIR റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അതേസമയം ഷൈനിന്റെ ശ്രമം. അതായത് ദുർബല FIR ആണെന്ന് കാണിച്ച് ഇത്തരത്തിൽ FIR റദ്ദാക്കാനാണ്. അതായത് അത് രാസഫലം കൂടി വന്നതിന് ശേഷം അത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ രാസ സാമ്പിളുകളുടെയൊക്കെ ഫലം വന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക്, അതായത് FIR റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഷൈൻ കടന്നേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നിയമോപദേശം ഇതിനോടകം തന്നെ അഭിഭാഷകരുമായി ഷൈൻ നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരേറെ വിവാദങ്ങൾക്കൊക്കെ സൃഷ്ടിച്ച വലിയ വിവാദങ്ങളൊക്കെ ആയ ഒരു വിഷയമാണ്. ഈ സിനിമാ മേഖലയിൽ നിന്ന് എന്തെങ്കിലും ഷൈനെതിരെ നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീകാർത്തിക.